ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മലയാളം വാക്കുകൾ പറയാൻ വേണ്ടി. ഋഷി ശൃംഗൻ, ധൃതരാഷ്ട്രം. Oh my god guys. ആമസോൺ കാടിൻ്റെ നടുക്കുള്ള ഈ ഒരു ലോഡ്ജിലെ എൻ്റെ 5ാമത്തെ ദിവസമാണെന്ന്. മറ്റു ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടിന്ന് മഴ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുഴയിലെ വെള്ളം ഇറങ്ങി തുടങ്ങി. രാവിലെ ടൈസൺ വേട്ടയ്ക്ക് പോയിട്ട് വന്നു. സമയം രാവിലെ 7:30 ആയിട്ടുണ്ട്. നമുക്ക് ചൂണ്ടിടാൻ പോകാൻ സമയമായി വരുന്നു. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോഴേക്കും ഞാൻ ആദ്യം ചെയ്യുന്നത് അന്ന് നമുക്ക് ചൂണ്ടിടാൻ വേണ്ട സാധനങ്ങളെല്ലാം നമ്മുടെ ബാഗിലെടുത്ത് വെക്കുകയാണ് പതിവ്. അങ്ങനെ ബാഗിലെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതുവരെ അവിടെ കയറാത്ത ആ ഒരു ജനറേറ്റർ റൂമിൽ ഞാൻ ആദ്യമായിട്ട് കയറുന്നത്. ജനറേറ്റർ റൂമിൽ ഒരു ചേട്ടനുണ്ട്. ആൾ കുറച്ച് ഗൗരവക്കാരനാണ് കേട്ടോ. ഞാൻ ചെന്നപ്പോഴേക്കും ആളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എന്തൊക്കെയോ പച്ചക്കറികൾ അരിയുമായിരുന്നു. അപ്പോഴാണ് അങ്ങ് ദൂരെ ക്ലയെ ഞാൻ കണ്ടത്. ചെന്ന് നോക്കിയപ്പോഴേക്കും ക്ലയെ ആണെങ്കിൽ കോബി എന്ന് പറയുന്ന ആ ഒരു മീനിനെ ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യുവാണ്. അങ്ങനെ ക്ലയോട് വർത്താനം പറഞ്ഞ് അവിടെ നിന്നപ്പോഴേക്ക് സമയം പോയത് അറിഞ്ഞില്ല. നമ്മൾ ഇന്ന് ടാർഗറ്റ് ചെയ്യുന്ന മീനുണ്ടല്ലോ, ഇവിടുത്തെ ഏറ്റവും വലിയ മീനുകളിലൊന്നാണ്. മഴ കുറഞ്ഞ പുഴയിലെ വെള്ളം ഇറങ്ങിയതുകൊണ്ട് തന്നെ പുഴയുടെ പല ഭാഗത്തും കല്ലുകൾ തെളിഞ്ഞ് മുകളിൽ കാണാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ ബേബിസൺ വളരെ സൂക്ഷിച്ചാണ് ബോട്ട് ഓടിക്കുന്നത്. ഏതെങ്കിലും ഒരു കല്ലിൽ ബോട്ട് ഇടിച്ച് മറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അപകടം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. നമ്മളിന്ന് പുഴയുടെ ഏറ്റവും ഒഴുക്കുള്ളൊരു ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ ഒരു സ്ഥലത്ത് നല്ല താഴ്ചയും അതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിനോട് അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള അടിയൊഴുക്കും ഉള്ള സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ബേബിസൺ നമ്മുടെ ബോട്ട് അവിടെ ഡോക്ക് ചെയ്തിട്ട് നമുക്ക് ചൂണ്ടയിൽ വേണ്ട മീനിനെ കോർക്കുവാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേർക്ക് നമ്മൾ സുർനാമിയിൽ നിന്ന് കുറേ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ഏത് എപ്പിസോഡിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മീൻ പിടിച്ചത് എന്നത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുന്ന 5 പേരെ തിരഞ്ഞെടുത്ത് 5 പേർക്ക് നമ്മളൊരു ഗിഫ്റ്റ് അയച്ചു തരുന്നതാണ്. നിങ്ങൾ ആൻസറിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ഇമെയിൽ ID ആഡ് ചെയ്യാൻ മറക്കരുത്. ഇമെയിൽ ID വഴിയായിരിക്കും നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മീൻ പിടിച്ച എപ്പിസോഡ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 5 പേർക്ക് നമ്മൾ ഗിഫ്റ്റ് തരുന്നതാണ് കേട്ടോ. ചൂണ്ടയൊക്കെ ഇട്ട് വെച്ച് പയ്യെ വർത്താനം പറഞ്ഞിരിക്കുന്ന ആ ഒരു ഗ്യാപ്പിലും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ചൂണ്ടയിലായിരിക്കും. കാര്യം ഏത് നിമിഷവും പിരായ്ബ അല്ലെങ്കിൽ പിരാരര എന്ന് പറയുന്ന ഈ മീനുകൾ നമ്മുടെ ചൂണ്ടയിൽ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ബോട്ട് വരെ വലിച്ചുകൊണ്ട് പോകും. അത്രയും ശക്തിയുള്ള മീനുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഡ്രാഗ് ലൂസ് ചെയ്താണ് ഇടുന്നത്. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് നമ്മൾ ബോട്ട് ഫ്രണ്ടിലേക്ക് ഓടിക്കുവാണ്. മീൻ ഒരു രീതിയിലും മേളിലേക്ക് വരുന്നില്ല. ഞാൻ ഫൈറ്റ് ചെയ്തതിൽ ഏറ്റവും നല്ല ഫൈറ്റുകളിലൊന്നായിരുന്നു. പിന്നെ ഇവർക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം ഈ പുഴയിലെ അടിയൊഴുക്കാണ്. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന എല്ലാ മീനുകളും ഈ ഒരു പുഴയുടെ ഏറ്റവും അടിത്തട്ടിലെ കാണപ്പെടുന്ന മീനുകളാണ്. അതുകൊണ്ട് തന്നെ ഒഴുക്ക് ഇവർക്ക് എപ്പോഴും ഫേവറബിൾ ആയിരിക്കും. നമ്മൾ റിട്രൈവ് ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ സ്പൂള് കറങ്ങുന്നില്ല. ലൈൻ എടുക്കുന്നേ ഉള്ളൂ. ബിഗ് ഫിഷ്. ലൈൻ എടുക്കുന്നേ ഉള്ളൂ മീൻ. നമ്മൾ റീൽ ചെയ്യുന്നുണ്ട്. ഇത്ര നേരം മീൻ അങ്ങോട്ട് പോകുമായിരുന്നു. നമ്മളതുകൊണ്ട് ബോട്ട് ഫ്രണ്ടിലോട്ട് എടുത്തിട്ടുണ്ട്.
ഇവിടുന്ന് ഞാൻ ചൂണ്ടയിൽ പിടിക്കുന്ന ഓരോ മീനുകളും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീനുകളായിരിക്കും. കാര്യം ആമസോൺ നദിയിലെ ഏറ്റവും അപൂർവ ഇനം മീനുകളെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അവരെ നമ്മൾ അടുത്ത് കണ്ട് അവരെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അവരെ തിരിച്ച് പുഴയിലേക്ക് റിലീസ് ചെയ്യുന്നതാണ്. മീൻ ഇവിടെ എവിടെയോ ഉണ്ട്. മേളിൽ വന്ന് വെട്ടം കണ്ടു കഴിയുമ്പോഴേക്കും അതുപോലെ തന്നെ താഴോട്ട് പോവേ. Oh, big reptile! Oh, oh my god, guys! അടിപൊളി reptile ആണ്. Super reptile, big reptile, yeah. Oh my god, guys! നമ്മളുണ്ടോ ഇതിനു മുമ്പ് പിടിച്ചതിനേക്കാളും ഒത്തിരി വലുതാണ്. അടിപൊളി. Take it? Yeah. No, keep it. Okay. Give me. ഇത് കണ്ടല്ലോ, അവൻ്റെ വായുടെ സൈഡിലാണ് അവർക്ക് ഉടക്കിയിരിക്കുന്നത്. വലിയ റെക്ടൈൽ കേട്ടോ. കയറിയിട്ടില്ല. യു വാണ്ട് ഗ്ലൗസ്? Oh my god. Big one. Bro. Nice, bro. Wonderful. Ativoli. Tá nem catada, tá? Caralho. Esse é o problema de frouxar livre. ഞാൻ ഇവനെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ടല്ലോ, 40 കിലോ എങ്കിലും ഉണ്ടായിരിക്കും. എൻ്റെ ബിഗ്ഗസ്റ്റ് ക്യാച്ചാണ്. അതായത് ഇവൻ ഈ ഒരു പാട്ടുണ്ടല്ലോ, ഇതുണ്ടോ, ഈ തലയുടെ ഈ ഒരു പാട്ടിനുണ്ടല്ലോ, എൻ്റെ ഏകദേശം അരയുടെ അത്രയും വണ്ണമുണ്ട്. ഏകദേശം ഒരു 28-30 ഇഞ്ച് ടോട്ടൽ സൈസ് കാണുമായിരിക്കും. ഐ ഷോ യു സംതിങ്. ഇത് കണ്ടോ, കം ക്ലോസ് ദിസ് പാരസൈറ്റ്. ഇത് കണ്ടോ, ഇത് ഇവൻ്റെ ദേഹത്തുള്ള പാരസൈറ്റ് ആണ് കേട്ടോ. ഐ വിൽ റിമൂവ് ദ പാരസൈറ്റ്. ഇതുകൊണ്ട് ഇത് വരത്തില്ല എത്ര പിടിച്ചാലേ. ഇത് കണ്ടോ, ബ്ലഡ് കുടിക്കുന്ന സാധനമാണ്. അതിൻ്റെ ഇവിടെ ഉണ്ടൊരെണ്ണം. ഇത് കണ്ടോ, അപ്പോൾ നമ്മൾ ഇവൻ്റെ ദേഹത്ത് നിന്ന് അതിൻ്റെയൊക്കെ പറിച്ച് കളയുവാണ് കേട്ടോ. ഇവൻ്റെ ബ്ലഡ് കുടിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇത് ഇങ്ങോട്ട് തരുന്ന വഴിക്ക് ചിലപ്പോൾ കല്ലേൽ ഉരഞ്ഞതായിരിക്കും. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. അത് കല്ലേൽ ഉരഞ്ഞതായിരിക്കും. ടെയിൽ അഗെയിൻ. ഇതിൻ്റെ ടെയിലിൻ്റെ ഭംഗി കണ്ടോ. ഞാൻ ജസ്റ്റ് എൻ്റെ കൈ വെച്ച് കാണിച്ചു തരുന്നത്. ഇത് കണ്ടോ, എൻ്റെ കൈ കാണാൻ പറ്റത്തില്ല ഇതിൻ്റെ ടെയിലിലൂടെ വെച്ച് കഴിഞ്ഞാൽ. അത്രയ്ക്ക് വലിയ ടെയിലാണ്. ഓൾമോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫിഷ്, വണ്ടർഫുൾ. ഓ ഗോഡ്, ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ, ഒരു പെറ്റിനെ പോലെ ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ. ഇവനെ അധികം ഇത് ചെയ്യുന്നത്, നമ്മളിനെ റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. 40 കിലോ ഏറ്റവും കുറഞ്ഞത് കാണുമായിരിക്കും. 130, I think. 130. ഓക്കെ, നമ്മൾ എന്താണെങ്കിലും ഉണ്ടല്ലോ ഇവൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. അതുപോലെ ഇവൻ്റെ കണ്ണൊക്കെ കണ്ടോ, ഇത് കണ്ടോ. അതുപോലെ ഇവന് വലിയൊരു മീശയൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, 2 വലിയ മീശയുണ്ട്. ഇത് വെച്ചിട്ടാണ് ഇവന്മാർ സ്മെല്ല് പിടിക്കുന്നതും ഇവന്മാർ ഇതൊക്കെ ചെയ്യുന്നതൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവൻ്റെ ചെറിയൊരു മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. മെഷർമെൻറ്റ് നോ? Yes. ഓക്കെ, വെൽക്കം. അപ്പോൾ നമ്മൾ ഇവനെ ഉണ്ടല്ലോ റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. താങ്ക് യു സോ മച്ച്. ഇവിടെയൊക്കെ നല്ല ഹാർഡാണ് കേട്ടോ. വിൽ റിലീസ് ഹിം. ഓക്കെ, You. അപ്പോൾ ഇവനെ റിലീസ് ചെയ്യാന്ന് പറഞ്ഞു. The tail. ഓക്കെ, The tail. ഓക്കെ. ഓ, Good. Oh, swimming good. സ്വിമ്മിങ് ഗുഡ്. എനിക്ക് അവനെ പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടപ്പോൾ തന്നെ കയ്യിൽ നിന്ന് സ്ലിപ്പായി, പുള്ളി സ്വിമ്മായി പോയി. എനിവേ,
നമ്മുടെ റെറ്റേലിന്റെ മിഷൻ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മൾ എന്താണെങ്കിലും ടാർഗറ്റ് ചെയ്ത മീൻ കിട്ടി. ഇറ്റ്സ് എ ഗുഡ് ക്യാച്ച്, നോ ബ്രോ? Yes, very good. ബിഗ് ക്യാച്ച്. Big catch. Yeah, big, big catch. big one. Tem mais do que, mas se fosse essa 40, tem 50? Till 50 kilos. 50 we kilos? can reach here. This is a big size. This is a big size. Big size, 40 kilos. Oh, yeah, 40 And kilos. 130 meters. The maximum is 50 kilo. Can reach 60, 60. 50. Yeah. Okay. So this is But a good this catch. is a good Decent catch, man. Yes. ഞാൻ ഈ ഒരു ക്യാമ്പിൽ വന്നിട്ട് ഏകദേശം ഒരാഴ്ചയായി. എല്ലാവരുമായിട്ടും വളരെ അടുത്തൊരു സൗഹൃദ ബന്ധമായി I നമുക്ക്. can't go anywhere, do what I want, look at the rich. ഈ ഒരു ക്യാമ്പിൽ മീൻപിടുത്തം മാത്രമാണോ എന്ന് ചോദിച്ചാൽ മീൻപിടുത്തം മാത്രമല്ല, ഞങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈം ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് ഞാനുണ്ടല്ലോ നമ്മുടെ ജോജിനോനെ കുറച്ച് മലയാളം പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, യു ടെൽ മീ ദ ഡിഫിക്കൽട്ട് വേർഡ്സ് ഇൻ പോർച്ചുഗീസ് ആൻഡ് ഐ വിൽ ഡു ദ സെയിം. Okay. Okay, my first word, you want me to see my lips? Okay, Rishi Sringan. Rishi Singler. No good? No? One more time. Try again. Rishi Sringan. Rishi Slinga. Not? Much bad? No, yeah. A lot bad? Yeah. Oh, I can't believe. One more time. Rishi Sringan. Say more one time. Rishi Sringan. Russian Slinga. What means this? ബേബി സർ, ഞങ്ങളിവിടെ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി എൻ്റെ കൂട്ടത്തിലുള്ള ഇവർ രണ്ടുപേരും പോർച്ചുഗീസാണ്, ഇവർ രണ്ടും ബ്രസീലിയനാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മലയാളം വാക്കുകൾ പറയാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഋഷി ശൃംഗൻ. Rich Singre. Rishi Slinga. One more time, okay? Yeah. ഋഷി ശൃംഗൻ. Rishi Singre. What means this? It's a person. You tell me another word. I will say for you. Okay. Amocinética. Amusinachka. One for me. Okay, next simple one. Okay. Okay. Mara. Mara. Myra. No? No. Oh, Myra. Hey? What? Mara. Mara. Correct. Hydroxychloroquine. Hydroxychloroquine. It's a pills. It's a pill? It's one pills for health. Okay, now next my turn. Okay, you. Okay. I'll find something difficult, okay? Not too much difficult. Not too much difficult. Yes, please. Okay, let me think. Dhritarashtra. Dhritarashtra. What? Dhritarashtra. Why too? Okay, baby said. Okay. You say Yeah. first. Dhritarashtra. Dudrastra. No. Cara, que parada. Guarda. Dia chato pra ele. Okay, next your turn. Dudrastra. No, Dhritarashtra. Okay, next your turn. What's it again? Octagono. Octagonal. Okay, next simple word. Okay. Dhridangida Pulagidan. Tomba. No, you smile. No. Okay. Say again. Welcome. Say again, but don't smile, okay? Dhridangida Pulagidan. Drindam Galapidakdal. It's much tense. Okay, baby son, one more time. Yeah. You see my lips, okay? Dhridangida Pulagidan. Dridang kita laputang. Dhridangida Dridang kita Pulagidan. pulakitang. Yeah, correct. Now together. Pulakitang. No? No. One more time, take your time. Yeah. Dhridangida. Dridang kita Correct. Pulagidan. pulagitang. Yeah, Dhridangida Pulagidan. Dridang pulakitang. Drindam Pulakitan. Okay, for you. Dhridangida. Say. Dridam Kida Kilapitan. No, okay. One more, last chance, okay? Okay. Listen to me. Say with me, okay? Dhridangida Dridam Kida Pulagidan. Pulakitan. Dhridangida Pulagidan. Dridam Kida Dridang kita Dhridangida pulakita. Pulagala. Dridang kita pulakita. Yeah, Pulagidan, ay? Pulagidan. Pulakitang. Yeah. 10. Okay. Dridang kila. I have one good for you now. Okay. Caminhonete. Okay. Caminhonete. One more. I want to see the lips. Caminhonete. Camino Nati.
Ele consegue, cara. Oh, não, não Yes, é okay. fácil, cara. നെക്സ്റ്റ് തണ്ടുരുളും തടിയുള്ളും തടിയാടിരുമണി ചെറുപടി മുളക് Not difficult. Oh. What is this? Yes, yeah, yes. ഓക്കെ Sapo dentro do saco. സാപ്പ് ദേന്ദ്രത സാക്കു Saco de sapo dentro. സാക്കുജി സാപ്പ് ദേന്ദോ Sapo fazendo papo. സാപ്പ് സദേന്ദു പാത്ത് Sabe fazendo pato agora? Agora. Não. Sapo സാപ്പ് dentro do saco. സാപ്പ് ദേന്ദ്രത സാക്കു Saco സാക്കു de sapo dentro. ജേസു Pegou agora sim. Agora valeu. sim. É. Sapo. സാപ്പ് ദേന്ദ്രത സാക്കു Yeah. ഓക്കെ Saco സാക്കു de sapo dentro. ജി സാപ്പ് ദേന്ദ്രോ Yeah. ഓക്കെ Sapo fazendo papo സാപ്പ് ഫസേന്ദു പാപ്പു e saco fazendo vento. സാക്കു ഫസേന്ദു വേന്ദു asking to not fight. Yeah. Não, mas Oh, I don't remember agora anything. não. Yeah. Sapo dentro do saco, saco de sapo dentro. Sapo Oh, fazendo no, no, papo no, e saco no. fazendo vento. 5 minutes I'll learn. തണ്ടുരുളും തടിയുരുളും Tandurulanda e algum. ഓക്കെ Yeah. തണ്ടുരുളും തടിയുരുളും Tando. Ah, ഓക്കെ സ്ലോ തണ്ടുരുളും തടിയുരുളും Tando. Tandoro. Ai, caramba. ഓക്കെ ഓക്കെ തണ്ടുരുളും Tandorolum. തടിയുരുളും Taindorolum. No? തണ്ടുരുളും തടിയുരുളും Tandorolum. Taindorolum. Ah. What means this? തണ്ടുരുളും means this one. This is a thunder. This? Yeah. No. That No. paddle. No, the wood. No. The wood. Yeah. The wood. Yeah. Yeah. It's urulum. Okay, It rotates. okay, Tadi again. Wood, big wood. okay. Urulum. So Mas, both things will I think rotate. Eu acho que é mais. Tadi urulum. Like this on the motor? Yeah, Tem correct. no It's outro, urulam. but- Yeah, rotate. É uma And then- mais Propel. propeller. തടിയെ ലിരുമണി ചെറുകൊടി മുളകുരുളും. This is easy. I'll teach you. No, we don't easy. No, it's easy. തടിയെ not this sentence. The next sentence. തടിയെ ലിരുമണി ചെറുകൊടി മുളകുരുളും. തടിയെ ലിരുമണി ചെറുകൊടി മുളകുരുളും. Não, é. Ah, Tandi é maru de chene esse maru. dá um nó na língua. തടിയേലൊരു മണി ചെറുകൊടി. തടിയേലൊരു മണി ചെറുകൊടി മുളകുരുളും. Não. Toco cru തോക്കു ക്രൂ pegando fogo. pegando fogo. No, again. No. No, again. Não, good. Okay, again. Toco Toco cru cru pegando pegando fogo. fogo. Yeah. Toco cru pegando fogo. തോക്കു ക്രൂ pegando fogo. What is തിരിച്ചു വരേണ്ട ദിവസം അടുത്തു വരുംതോറും മനസ്സിലെവിടെയോ ചെറിയൊരു വിഷമം. നമ്മുടെ മീൻപിടുത്തം ഇവിടം കൊണ്ട് കഴിഞ്ഞു. നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞായിരുന്നു ടോപ്പ് വാട്ടർ ഫിഷിംഗ് ട്രൈ ചെയ്യാനായിട്ട്. അടിപൊളി സ്ട്രൈക്ക്. Oh my god, beautiful fish.